എല്ലാവർക്കും കാൽക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ഓഫീസറുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫോർ എ നോർമൽ കാർ ദ QD, MD, SD ആർ ഇൻ ദ റേഷ്യോ. ഒരു നോർമൽ കർവ് എടുക്കുകയാണെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷനും മെയിൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ പറയുന്നതിന് മുന്നേ അത് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് സിഗ്മ കൊണ്ട്. അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ കൊണ്ടാണ്. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ QD നമുക്ക് എങ്ങനെ എഴുതാം? 2/3 ഇൻറ്റു SD എന്ന് എഴുതാം. അതൊരു റിലേഷനാണ്. QD ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു SD. അതേപോലെ മീൻ ഡീവിയേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 4/5 ഇൻറ്റു SD. ഈ രണ്ട് റിലേഷൻ അറിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പം QD നമുക്ക് 2/3 ഇൻറ്റു SD എന്നും MD നമുക്ക് 4/5 ഇൻറ്റു SD എന്നും എഴുതാൻ പറ്റും. ഇനി QD ഈസ് ടു MD ഈസ് ടു SD ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ 2/3. SD വരെ നമുക്ക് സിഗ്മ കൊടുക്കാം. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിഗ്മ ഉണ്ടല്ലേ. 2/3 സിഗ്മ ഈസ് ടു 4/5 സിഗ്മ ഈസ് ടു സിഗ്മ. എല്ലായിടത്തും സിഗ്മ ഒരേപോലെ ഉണ്ടല്ലോ, കളയാം. അപ്പോൾ 2/3 ഈസ് ടു 4/5 ഈസ് ടു 1 എന്ന് വരും. ഡിനോമിനേറ്ററിലുള്ളത് 3ഉം 5ഉം ആണ്. അപ്പോൾ LCM എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15 കിട്ടും. അപ്പം 2/3 ഇൻറ്റു 15 ഈസ് ടു 4/5 ഇൻറ്റു 15 ഈസ് ടു 1 ഇൻറ്റു 15. എല്ലായിടത്തും 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് 10 ഈസ് ടു 12 ഈസ് ടു 15 എന്ന് കിട്ടും. അപ്പോൾ ഒരു നോർമൽ കർവിൻ്റെ കേസിൽ QDയും MDയും SDയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരുന്നത്? 10 ഈസ് ടു 12 ഈസ് ടു 15. അപ്പോൾ എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.